സൂര്യകാന്തി പാടം റൈറ്റ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴി ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂര്, പന്തളം, അടൂര്, പത്തനാപുരം, പുനലൂര്, തെന്മല, ആര്യങ്കാവ്, സുന്ദരവണ്ടിപുരം. കല്ലടയാറിന് കുറുകെ തിരുവിതാംകൂർ രാജവംശം നിർമ്മിച്ച പഴയ പുല്ലൂർ തൂർക്കുപാലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ അതൊരു ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചു പോരുന്നു. 1877 പൂർത്തിയായ പാലം 1880 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തതാണ്. സമയക്കുറവ് പോലെ നമ്മൾ നിർത്തിയിട്ടില്ല. പുനലൂരിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ സൈഡിൽ കാണുന്ന ഒരു പമ്പാണ്, വളരെ ആകർഷണീയമായ ഒരു പമ്പാണത്. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത കടന്നു പോകുന്ന 13 കണ്ണറ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇപ്പോൾ തുരങ്കത്തിലേക്ക് ട്രെയിൻ വന്നിങ്ങനെ കയറുന്നതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമുക്ക് സമയക്കുറവ് മൂലം നമ്മൾ അവിടെ നിർത്തുന്നില്ല. നമ്മൾ നേരെ സുന്ദരവണ്ടിപുരത്തേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ആര്യങ്കാവ് കയറണം. ആര്യങ്കാവ് കഴിഞ്ഞാൽ തെങ്കാശിക്കിപ്പുറയുള്ള സുന്ദരവണ്ടിപുരം. ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് പാലരുവി വെള്ളച്ചാട്ടവും. തെക്ക് ഉള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പോയി സന്ദർശിച്ച് മടങ്ങിവിടാൻ പറ്റുന്നൊരു കാർഷിക സ്ഥലമാണ് സുന്ദരവണ്ടിപുരം. പച്ചക്കറികൾ വളരെ വിലക്കുറയും മേടിക്കുകയും ചെയ്യാം. തെങ്കാശി ജില്ലയിലാണ് സുന്ദരവണ്ടിപുരം സ്ഥിതി ചെയ്യുന്നത്. തനി തമിഴ് കാർഷിക ഗ്രാമമാണ്. എവിടെ നോക്കിയാലും നമ്മൾ കാർഷിക കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അവർ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്ന് മാത്രമാണ് സൂര്യകാന്തി. ആ സൂര്യകാന്തി പാടമാണ് നമ്മുടെ കേരളത്തിൽ അങ്ങ് കയറി ഹിറ്റായി മാറിയിരിക്കുന്നത്. ആ വഴിയെ പോകുമ്പോൾ തന്നെ നമുക്ക് വഴിസൈഡിൽ കണ്ടൊരു കാഴ്ചയാണ്. മലയണ്ണാനാണ്. ആൾക്ക് യാതൊരു കൂസലും ഇല്ല. നമ്മളവിടെ താഴെ തെറ്റുന്നുണ്ടെന്നോ വീഡിയോ എടുക്കുന്നുണ്ടെന്നോ പുള്ളി നോക്കുന്നില്ല. അങ്ങനെ നമ്മൾ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. കേരളത്തിൽ ഒരു മഴക്കാല കാലാവസ്ഥയായിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ നല്ല വെയിലാണ്, നല്ല ചൂടും. നമ്മൾ സൂര്യമണ്ഡലത്തേക്ക് എത്തി. എവിടെയാണ് പൂപ്പാടം ഉള്ളതെന്ന് നമുക്ക് കറക്റ്റ് അറിയാത്തതിനാൽ നമ്മൾ ചോദിച്ചാണ് പോകുന്നത്. കഴിഞ്ഞ തവണ കൃഷി ചെയ്തിരുന്ന വലിയ പാടശേഖരങ്ങൾ ഇത്തവണ കൃഷിയില്ല. ഇത്തവണ ചെറിയ രീതിയിലേ സുന്ദരവണ്ടിപുരത്ത് കൃഷിയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ വന്നിരുന്നപ്പോഴേക്കും വലിയൊരു പാടശേഖരത്തിൽ നിറയെ പൂവുകളായിരുന്നു. പക്ഷെ ഇത്തവണ അത്രയില്ല. നമ്മളിപ്പോൾ ആ പാടശേഖരത്തിലേക്ക് എത്തിയാണ്. വളരെ ഒരു ചെറിയ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു സഞ്ചാരികൾക്ക് വേണ്ടി മാത്രമായിരിക്കണം അവർ ആ പാടം ഇട്ടിരിക്കുന്നത്. നിറയെ മലയാളികളാണ്. വന്നിരിക്കുന്ന വണ്ടികളെല്ലാം കേരള രജിസ്ട്രേഷനാണ്. ഈ കാണുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പം സുന്ദരവണ്ടിപുരത്ത് കൃഷിയുള്ളത്. നമ്മൾ അവിടെ കാണുന്ന പിള്ളേരോട് വേറെ എവിടെയെങ്കിലും കൃഷി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ അവർ പാടത്തേക്ക് ഇറങ്ങാനായിട്ട് പൈസ വാങ്ങുന്നുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് വാങ്ങുന്നത്. പൈസ കൊടുത്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും പാടത്തിറങ്ങി ഫോട്ടോ എടുക്കാവുന്നതാണ്. ചെടി നശിപ്പിക്കരുത്, പൂ പറിക്കരുത്, അത്രേ ഉള്ളൂ. രാവിലെയോ അല്ലെങ്കിൽ വെയിലാറി കഴിഞ്ഞ് വൈകുന്നേരമോ സൂര്യകാന്തി പാടം സന്ദർശിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ചെന്ന ഉച്ച സമയത്താണ്. അന്നേരം വെയിലടിച്ച് പുറവശം നിൽക്കുന്ന കാരണം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇച്ചിരി പാടായിരുന്നു. പിന്നെ നമ്മൾ തണലുള്ള സ്ഥലം നോക്കി കയറിയാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. പാടത്ത് നിറയെ ആളുകളാണ്, എല്ലാം മലയാളികളാണ്. കേരളത്തിൽ നിന്ന് വന്നവരാണ്. അവിടെ ഇവിടെയായിട്ട് എല്ലാവരും പല രീതിയിൽ യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കുകയാണ്. ഇടയ്ക്ക് കല്യാണ വീഡിയോയുടെ ഫോട്ടോ, സേവ് ദ ഡേറ്റ് വീഡിയോ ഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ. സുന്ദരപാണ്ഡിപുരത്ത് മാത്രമല്ല സൂര്യകാന്തി പൂ കൃഷിയുള്ളത്. ഇതിന് ചുറ്റുള്ള സ്ഥലങ്ങളായ സംഭവടകര, സുരുണ്ട, അവിടെ എല്ലാം സൂര്യകാന്തി കൃഷിയുള്ളതാണ്. പിന്നെ കുറച്ചുകൂടെ ദൂരം പോയി ഡിണ്ടിയിലും കാണാൻ സാധിക്കും. അവിടെ ഒന്നും ഇത്രയധികം ആൾ തിരക്ക് ഉണ്ടാവില്ല. ഇതിലും വലിയ പാടശേഖരം കാണുകയും ചെയ്യാം. ഞാൻ ഇതിനു മുന്നേ ഒരു തവണ വന്നിരുന്നപ്പോൾ വലിയൊരു പാടശേഖരത്തിൽ നിറയെ പൂക്കളുള്ള കൃഷിയായിരുന്നു. ഇത് വളരെ ഒരു ചെറിയ സ്ഥലത്താണ് ഇപ്പോൾ അവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമായി കാണാൻ വരാതെ തെന്മല, പാലരുവി, റോസ്മല ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് പുലിയൂർ അന്നിൻപാറയിലും പോയാവുന്നതാണ്. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയി ഉടനെ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.